കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലിരുന്ന കാലമത്രയും ഈ സംസ്ഥാനത്തിൻ്റെ പരമാധികാരിയായിരുന്നു പിണറായി വിജയൻ. ഭരണതലത്തിൽ മാത്രമല്ല, പാർട്ടി നേതൃത്വത്തിലും പിണറായി വിജയൻ പിടിമുറുക്കിയതിനാൽ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ അനുചര വൃന്ദമോ ഉപജാപക വൃന്ദമോ അറിയാതെ കേരളത്തിൽ ഒരഴിമതിയും നടന്നിട്ടില്ല എന്നതും വസ്തുതയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 130 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ പിണറായി വിജയൻ പ്രതിയാകുവാൻ പോകുന്നു എന്ന് മാത്രമല്ല, അഴിമതിയിലൂടെ സമ്പാദിച്ചെടുത്ത കോടികൾ മാത്രമല്ല, സ്വന്തം കിടപ്പാടം പോലും പിണറായിക്ക് നഷ്ടമാകുവാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കവുമായി അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിച്ചിരിക്കുന്നതും പിണറായിയെ പ്രതി ചേർക്കുവാൻ അനുമതി തേടിയിരിക്കുന്നതും. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും കലവറയില്ലാതെ തുടരണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇതുവരെയും പിണറായി വിജയൻ്റെ മകളായ വീണ വിജയൻ മാത്രമായിരുന്നു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ നിന്നിരുന്നത്. കരിമണൽ കമ്പനിയായ CMRL നിന്ന് മാസപ്പടി ഇനത്തിൽ വീണ വിജയൻ 2,78,00,000 രൂപ കൈപ്പറ്റി എന്നുള്ളതിന് കൃത്യമായ തെളിവുകളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അധികൃതർ സമാഹരിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതു നിമിഷവും വീണയുടെ സ്വത്തുവകകൾ കണ്ടു കെട്ടുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനേക്കാളേറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞു കേട്ടതുപോലെ 2.78 കോടി രൂപയുടെ അഴിമതിയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. നേരെ മറിച്ച് പിണറായി വിജയൻ്റെ ഉൾപ്പെടെ അറിവോടുകൂടി നടന്നിരിക്കുന്നത് 130 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടാണ്. ഇവിടെയും പ്രത്യേകമായി ഓർക്കേണ്ടത് ഒരു കാര്യമാണ്, CMRL എന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പിണറായി വിജയൻ്റെ അറിവോടുകൂടി 130 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും നടന്നു എന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഇത്തരം അനവധി ഇടപെടലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ അധികാര സ്ഥാനത്ത് കൂടി ഇരുന്നു കൊണ്ട് പിണറായി നടത്തി എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കം വേണ്ട. കാരണം ഒരു കൈക്കൂലിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയിലൂടെ മാത്രമാവില്ലല്ലോ അയാൾ അഴിമതി നടത്തുന്നത്. ഇനി ഇവിടെ പിണറായി വിജയന് കുരുക്കായി മാറുന്നത് കരിമണൽ കമ്പനി ഉടമയായിട്ടുള്ള ശശിധരൻ കർത്ത നൽകിയ മൊഴി തന്നെയാണ്. ED ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ 2024 ഏപ്രിൽ മാസത്തിൽ നടന്ന സ്വന്തം വീട്ടിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിലാണ് ശശിധരൻ കർത്ത പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന മൊഴി നൽകിയിരിക്കുന്നത്. അതായത് അതിനുശേഷവും 2 വർഷക്കാലത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിൽ പിണറായി വിജയൻ തുടരുകയും ചെയ്തു. അതായത് ആർത്തിമൂത്ത പിണറായി വിജയന് അയാളുടെ കീശയിലേക്ക് മകളുടെ അക്കൗണ്ട് വഴി കോടിക്കണക്കിന് രൂപ കൈമാറുന്ന സമയത്ത് തന്നെ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർക്ക് കരിമണൽ കർത്ത പിണറായി വിജയനെ ഒറ്റുകൊടുത്തിരുന്നു. കരിമണൽ കർത്തയും കുടുംബാംഗങ്ങളും പിണറായി വിജയനും മകൾ വീണ വിജയനും പ്രതികൂലമായിട്ടുള്ള മൊഴികളാണ് ഇതിനോടകം കേന്ദ്ര ഏജൻസിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവ് ശേഖരണം നടത്തിയിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ 130 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ പിണറായി വിജയനെ കൂടി പ്രതി ചേർക്കുവാനും പിണറായി വിജയൻ്റെയും മകൾ വീണ വിജയൻ്റെയും സ്വത്തുവകകൾ കണ്ടെത്തുവാനുമുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി ഇനി അനുമതി നൽകുക എന്ന കടമ്പ മാത്രമാണ് ED ഉദ്യോഗസ്ഥർക്ക് മുമ്പിലുള്ളത്. അതായത് പിണറായി വിജയനും ജയിലും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതി കിട്ടാനുള്ള കാലതാമസം മാത്രമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കരിമണൽ കമ്പനിയായ CMRL നിന്ന് വീണ വിജയൻ IT സേവനങ്ങൾ നൽകി എന്ന പേരിലാണ് 2.78 കോടി രൂപ കൈക്കൂലി ഇനത്തിൽ കൈപ്പറ്റിയിട്ടുള്ളത്. ഇതിന് ടാക്സ് അടച്ചുകൊണ്ട് ഇതൊരു ലീഗൽ ഇടപാടാണ് എന്ന ക്യാപ്സൂൾ പുറത്തിറക്കിയാണ് പാർട്ടി കേന്ദ്രങ്ങൾ ഇതുവരെയും പിടിച്ചു നിൽക്കുവാൻ ശ്രമം നടത്തിയത്. എന്നാൽ താൻ ഏതെങ്കിലും തരത്തിലുള്ള IT സേവനങ്ങൾ തൻ്റെ കമ്പനി വഴിയോ വ്യക്തിപരമായോ CMRL നിന്ന് നൽകി എന്ന് തെളിയിക്കുവാൻ കഴിയുന്ന ഒരു രേഖയും വീണ വിജയൻ്റെ പക്കലില്ല. ഈ സാഹചര്യത്തിൽ തന്നെയാണ് താൻ 2.78 കോടി രൂപ വീണ വിജയനും മാസപ്പടി ഇനത്തിൽ CMRL നിന്നും സ്വന്തം സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ ലോണായും നൽകിയത് എന്ന മൊഴി ശശിധരൻ കർത്തയും നൽകിയിട്ടുണ്ട്. പിണറായി വിജയനെയും മകളെയും പൂർണ്ണമായും പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുന്ന നിർണായകമായ മൊഴിയാണിത്. ഇതുകൂടാതെ ശശിധരൻ കർത്തയുടെ മക്കളും ഭാര്യയും EDക്ക് നൽകിയ മൊഴികളിലും വീണ വിജയനും പിണറായി വിജയനും പ്രതിസ്ഥാനത്തുണ്ട് എന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. കൃത്യമായി ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണൂരിലടക്കം പിണറായിയുടെയും മകളുടെയും സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണം റവന്യൂ അധികൃതരുടെ സഹായത്തോടുകൂടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനോടകം തന്നെ മരവിപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ മകളെന്ന നിലയിൽ
വീണ വിജയൻ 2.78 കോടി രൂപ മാസപ്പടി ഇനത്തിലും 50 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാത്ത ലോൺ ഇനത്തിലും കൈപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിലാണ് താൻ ആ പണം നൽകിയിട്ടുള്ളത്, കരാറുണ്ടാക്കിയിട്ടുള്ളത് എന്ന് കരിമണൽ കർത്ത പറയുക കൂടി ചെയ്യുമ്പോൾ ഇനി ആ പണം എങ്ങനെ പിണറായി വിജയൻ വിനിയോഗം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തുവാനുള്ളത്. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. കരിമണൽ കർത്തയിൽ നിന്ന് വീണ വിജയൻ നേരിട്ട് കൈപ്പറ്റിയത് 2.78 കോടിയും 50 ലക്ഷം രൂപ ലോണുമാണെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള പണം പിണറായിയുടെയും ഉപജാപക വൃത്തങ്ങളുടെയും അക്കൗണ്ടിലേക്കും ഇടപാടുള്ള സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ ED ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല. കാരണം CMRL എന്ന കമ്പനിയിൽ നിന്ന് ക്രമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകളുടെ രൂപത്തിൽ 130 കോടി രൂപയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ പുറത്തേക്ക് ഒഴുകിപ്പോയിട്ടുള്ളത്. ഈ 130 കോടിയിൽ നിന്ന് ഏറെക്കുറെ 3.25 കോടി രൂപ മാത്രമായിരിക്കില്ല പിണറായി വിജയൻ കൈപ്പറ്റിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തന്നെ ഈ അന്വേഷണം വീണ വിജയനിലേക്കും പിണറായി വിജയനിലേക്കും മാത്രമാവില്ല ചുരുങ്ങുന്നത്, അദ്ദേഹത്തിൻ്റെ ഉപജാപക വൃന്ദങ്ങളിലേക്കും അതുപോലെ മറ്റു കുടുംബാംഗങ്ങളായിട്ടുള്ള കമലാ വിജയനിലേക്കും വീണയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിലേക്കും എത്തിച്ചേരും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നത് പോലെ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർക്ക് മുമ്പിൽ വീണ വിജയൻ ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. തെളിവുകൾ നിരത്തി ED അധികൃതർ ചോദ്യം ചെയ്തതോടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതിരുന്ന വീണ എല്ലാ സത്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞുവെന്നും അത്തരത്തിൽ കിട്ടിയ മൊഴിയുടെ ഭാഗമായി മുഹമ്മദ് റിയാസിൻ്റെ കൃത്യമായ പങ്കാളിത്തം കൂടി ഈ കേസിൽ വ്യക്തമാകുന്നുണ്ട് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ മുഹമ്മദ് റിയാസ് കൂടി ഈ കേസിൽ പ്രതിയാകുമ്പോൾ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും പിണറായി കുടുംബത്തിന് പുറമെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകും. കാരണം പിണറായി മാത്രമല്ല, മുഹമ്മദ് റിയാസും കേരളത്തിലെ അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ മന്ത്രിയാണ്, ഇപ്പോഴും CPMൻ്റെ കേരളത്തിലെ പരമോന്നത സമിതിയായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. ഇതിനപ്പുറം പിണറായി വിജയൻ്റെ ഉപജാപക വൃന്ദങ്ങളിലേക്ക് അന്വേഷണം കടക്കുമ്പോൾ തീർച്ചയായും അന്വേഷണ പരിധിയിലേക്ക് എത്തുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഫാരിസ് അബൂബക്കർ എന്ന വിവാദ വ്യവസായിയായിരിക്കും. കാരണം അയാളും പിണറായിയും തമ്മിലുള്ള അടുപ്പം ഏവർക്കും അറിയാവുന്നതാണ്. ഫാരിസിൻ്റെ ബിസിനസ് ഇടപാടുകൾ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചെന്നൈയിലും വിദേശ രാജ്യങ്ങളിലുമായിട്ടാണ്. ഫാരിസിനെ മുൻനിർത്തിയും പിണറായി ഇത്തരത്തിൽ കള്ളപ്പണം വിദേശത്തേക്കോ അന്യസംസ്ഥാനത്തേക്കോ കടത്തുവാനുള്ള സാധ്യതകളും ഇതിനാൽ തന്നെ തള്ളിക്കളയുവാൻ കഴിയുകയില്ല. ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടിയായിരിക്കും ED ഉദ്യോഗസ്ഥർ പ്രതി ചേർത്തുകൊണ്ട് പിണറായി വിജയനെ ഈ കേസിൽ ചോദ്യം ചെയ്യലിനായി ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തുക. വീണ വിജയൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. പിണറായി വിജയൻ്റെ കൂടി ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ രണ്ടുപേരുടെയും അറസ്റ്റും അഴിമതി കേസുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുവാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുന്നോടിയായി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടുവാനുള്ള നീക്കവും എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനാൽ തന്നെ പഴുതടച്ചുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പിണറായി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം വരെ അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. വീണയും പിണറായിയും കരിമണൽ കമ്പനിയായ CMRലുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടങ്ങളുടെ അങ്ങേയറ്റം വരെ നടത്തിയിട്ടും കോടതികളിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളവരാണ്. അതിനാൽ തന്നെ കോടതി ഇടപെടലിലൂടെ പിണറായിക്കോ വീണ വിജയനോ CMRL എന്ന കമ്പനിക്കോ ഇവിടെ ഒരു സ്റ്റേ പോലും മേടിക്കുവാനുള്ള സാധ്യതകളും വിരളമാകുന്നു. ഇവിടെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായി CMRL ഉടമയായ കരിമണൽ കർത്ത അല്ലെങ്കിൽ ശശിധരൻ കർത്ത ഒരു മൊഴി നൽകുമ്പോൾ അദ്ദേഹം വെറുതെ അങ്ങ് മൊഴി നൽകിയതാകുവാനും തരമില്ല. കൃത്യമായ എല്ലാ തെളിവുകളിലേക്കും ED ഉദ്യോഗസ്ഥരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയും കുടുംബാംഗങ്ങളെയും മാപ്പുസാക്ഷിയാക്കണം എന്ന അപേക്ഷയും ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ശശിധരൻ കർത്തയും കുടുംബാംഗങ്ങളും മുൻപോട്ട് വെച്ചിരിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും 130 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ പ്രതി ചേർക്കപ്പെട്ടാൽ കേരള സംസ്ഥാനത്തെ CPMൻ്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കും അതെന്ന ചിന്ത കൂടി പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.